നമസ്കാരം. ലോകാവസാനം എന്ന് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? അടുത്തിടെയും ഇത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. എന്നാൽ ഇത്തവണ 2 ഫിഷുകളുടെ പെട്ടെന്നുള്ള കണ്ടെത്തലാണ് ഈ ചർച്ചകൾക്ക് വഴിതെളിച്ചത്. നമുക്കറിയാം, പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നത് ഭൂമിയിൽ മാത്രമാണ്. 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമി രൂപപ്പെട്ടതായാണ് കരുതപ്പെടുന്നത്. തുടർന്ന് ഭൂമിയിൽ നിരവധി പരിണാമങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ശാസ്ത്രം എത്ര തന്നെ വികസിച്ചെന്ന് പറഞ്ഞാലും ഇന്നും ഭൂമിയിൽ നടക്കുന്ന പല കാര്യങ്ങളിലും വ്യക്തമായ ഉത്തരം കണ്ടെത്താൻ മനുഷ്യൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ലോകാവസാനം എന്നത് പല വർഷങ്ങളായി ചർച്ച ചെയ്തു തുടങ്ങിയ വിഷയമാണ്. 2025 തുടക്കത്തിൽ ഇത് വീണ്ടും ചർച്ചയായി വന്നിരുന്നു. അടുത്തിടെ കാലത്തിന്റെ അടിത്തട്ടിലുള്ള മത്സ്യങ്ങൾ കരയിലേക്ക് വരാൻ തുടങ്ങിയതാണ് ഇതിനൊരു പ്രധാന കാരണമായി ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. ഇത്തരത്തിൽ മത്സ്യങ്ങൾക്ക് കരയിലേക്ക് വരുന്നത് ഭൂകമ്പ സൂചനയാണെന്നും ലോകാവസാനമായി എന്നും പലരും സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായപ്പെട്ടിരുന്നു. കടലിന്റെ ആഴങ്ങളിൽ കാണപ്പെടുന്ന ഓർ മത്സ്യങ്ങൾക്ക് ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവ ജീവനോടെയോ അല്ലാതെയോ കരയ്ക്കടിഞ്ഞാൽ ദുരന്തം സംഭവിക്കുമെന്ന് ജപ്പാൻ അടക്കമുള്ള ചില ഏഷ്യൻ രാജ്യങ്ങളിൽ വിശ്വസിക്കുന്നു. ലോകത്ത് എല്ലുള്ള മത്സ്യങ്ങളിൽ വെച്ച് ഏറ്റവും നീളമുള്ള മത്സ്യമാണ് ഓർഫിഷ്. ഈ മത്സ്യം കരയിലെത്തുന്നത് ഭൂചലനങ്ങളുടെയും സുനാമികളുടെയും ഒക്കെ സൂചനയാണെന്ന് ജപ്പാനികൾ വിശ്വസിക്കുന്നു. 2011 ജപ്പാനിലെ ഫുകുഷിമയിൽ നാശം വിതച്ച സുനാമിക്കും ഭൂകമ്പത്തിനും മുമ്പ് ഈ ഓർ മത്സ്യങ്ങൾ തീരത്ത് അടിഞ്ഞിരുന്നു. കടലിൽ 3300 അടി താഴ്ചയിലാണ് ഓർ മത്സ്യങ്ങൾ ജീവിക്കുന്നത്. കടലിനടിയിൽ സീസ്മിക് പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞാണ് ഇവ കടലിന് മുകളിലേക്ക് വരുന്നതെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. എന്നാൽ ഇതിന് ശാസ്ത്രീയ വിശദീകരണങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ മാസം 10-ാം തീയതി ഈ ഓർ മത്സ്യം വീണ്ടും കരയിൽ അടിഞ്ഞിരുന്നു. അതിന്റെ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ലോകാവസാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിതെളിച്ചത്. മെക്സിക്കോയിൽ നിന്നുമാണ് വീഡിയോ ലഭിച്ചതെന്നാണ് വിവരം. ഓറഞ്ച് നിറത്തിൽ ചിറകുകളുള്ള ഓർ മത്സ്യങ്ങൾ കടലിൽ നിന്ന് വളരെ വേഗത്തിൽ കരയിലേക്ക് വരുന്നത് വീഡിയോയിൽ കാണാം. കരയിലെത്തിയ ഉടൻ അത് നിശ്ചലമായി കിടക്കുന്നു. തുടർന്ന് അവിടെ നിന്നും ഒരാൾ അതിനെ എടുത്ത് കടലിലേക്ക് ഇടുന്നതും വീഡിയോയിൽ കാണാൻ കഴിയും. അതുപോലെ ആഴക്കടലിൽ ഇനിയും മനുഷ്യന് കണ്ടെത്താൻ കഴിയാത്ത മറ്റു ദുരൂഹതയാണ് ആങ്കർ ഫിഷ്. നെറ്റി ഭാഗത്തുള്ള ചെറിയ പ്രകാശവും കൂർത്ത പല്ലുകളുമുള്ള ഇതിനെ കണ്ടാൽ തന്നെ പേടിയാകും. കടലിന് മുകളിൽ എത്തുന്ന ആങ്കർ ഫിഷിന്റെ വീഡിയോയും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ മുകളിലെത്തിയതിന് പിന്നാലെ ഈ മത്സ്യം ചത്തുപോകുന്നു. സമുദ്രത്തിന്റെ 16,000 അടി വരെ താഴ്ചയിലാണ് ആങ്കർ ഫിഷിന്റെ വാസം. ഈ മത്സ്യം സമുദ്രത്തിന് മുകളിൽ എത്തിയതും അപകട സൂചനയെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.